ജനാധിപത്യം അറിയുന്നത്? ഇന്ത്യൻ ജനാധിപത്യം മൂന്നെണ്ണം പിടിച്ചപ്പം ഇങ്ങനെ. അപ്പൊ ഇവറ്റാൾക്കെങ്ങാണ് ഭരണം കിട്ടിയ എന്റെ മുസ്ലിം സഹോദരന്മാർക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. ആ സ്ത്രീ പറയുന്നത് ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ്, നീയൊക്കെ പാകിസ്ഥാനിലോട്ട് പോകാൻ. അതായത് മലബാറിൽ നിന്ന് എപ്പോൾ വന്നു, മലബാറിൽ നിന്നുള്ളവന്മാരൊക്കെ പാകിസ്ഥാനിലോട്ട് പോകാൻ കൊള്ളാം. നല്ലതാ ചേച്ചി, ഇങ്ങനെ തന്നെ പറയണം. അത് മലയാളി ആയിരുന്നിട്ട് ഇങ്ങനെ പറയണം. സാധാരണ നോർത്ത് ഇന്ത്യൻ സംഘിവാണങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. മലയാളി വാണങ്ങൾ ഇത് പറയുന്നത് ചുരുക്കമാണ്. ഉണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഇതിപ്പോൾ കണ്ണിന് മുമ്പിൽ കണ്ടു. അത് ഞാൻ പറഞ്ഞു, 3 എണ്ണം എവിടെയോ പൊട്ടിയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വെട്ടേടെല്ലാം ഭരണം കിട്ടിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, പാകിസ്ഥാനിലോട്ട് പോകാൻ. ഇത് നിന്ന് പറയാൻ ധൈര്യം എങ്ങനെ ഉണ്ടായെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, മതം എന്തോ ആയിക്കോട്ടെ, പക്ഷെ പരസ്പര വിശ്വാസത്തോടെ പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന ഒരു നാടാണ് കേരളം. അതിലന്നും ഇന്നും അഭിമാനിക്കുന്നവരാണ് മലയാളികൾ. പക്ഷെ ഇങ്ങനെ വില കുറഞ്ഞ തരം താഴ്ന്ന കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിന് ചീത്തപ്പേര്. കാരണം ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ പറയാൻ ഇവർക്ക് എങ്ങനെ ഇവർ ചിന്തിച്ചു വെച്ചേക്കുന്നേ? മുസ്ലിംസ് എല്ലാം തീവ്രവാദികളാണോ? അല്ലെങ്കിൽ എന്റെ മുസ്ലിം സഹോദരന്മാരെല്ലാം തീവ്രവാദികളാണോ? പാകിസ്ഥാനിലേക്ക് പോകും. ഇവരെന്ത് അർത്ഥത്തിലാണ് ഈ പറയുന്നത്?